നമസ്കാരം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൻ്റെ അവസാന വിചാരണ ഘട്ടത്തിലാണ്. ഇപ്പോഴിതാ കേസിനെ സംബന്ധിച്ച് മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊന്നുമല്ല, നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ദിലീപിന് അയച്ച കത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സൈക്കോളജിസ്റ്റ് പ്രവീൺ UK. പൾസർ സുനിയുടെ കത്ത് സൈക്കോളജിക്കൽ അനാലിസിസിന് വിധേയമാക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് പ്രവീൺ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വീഡിയോ വൈറലായി മാറി എന്ന് പറയാം. ദിലീപിൽ നിന്നും പണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുനി കത്തയച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നതെങ്കിലും സുനിയുടെ യാഥാർത്ഥ്യ ആവശ്യം പണമായിരുന്നില്ല എന്നാണ് പ്രവീൺ പറയുന്നത്. പ്രവീണിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പൾസർ സുനി ജയിലിൽ വെച്ച് ദിലീപിന് എഴുതിയ കത്തിൻ്റെ സൈക്കോളജിക്കൽ അനാലിസിസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ കത്ത് ജെന്യുവിനാണോ, പൾസർ സുനി സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയതാണോ, മറ്റാരെ കൊണ്ടെങ്കിലും എഴുതിച്ചതാണോ, അതോ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്നതെല്ലാം അനാലിസിസിലൂടെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. പൾസർ സുനിയുടെ 2 പേജുള്ള കത്തിലെ വാക്കുകളും എഴുത്തും നോക്കിയാൽ നീറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹാൻഡ് റൈറ്റിംഗ് ആദ്യം മുതൽ അവസാനം വരെ സ്റ്റേബിളാണ്. ഓരോ തിക്നെസ്സിൽ ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താണ് എഴുതിയിരിക്കുന്നത്. വലിയ രീതിയിൽ ഡിസ്റ്റർബ് ആകാതെ എഴുതിയ റെക്കോർഡാകാനാണ് സാധ്യതയുള്ളത്. തിരുത്തലുകളില്ല, ഒന്നും മാറ്റി എഴുതിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും കാര്യമായി എഴുതി വന്നിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡിസ്ട്രാക്ഷനും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് അവരുടെ ഭൗതിക പരിസ്ഥിതിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ ജയിലിൽ കിടക്കുകയാണ്, ക്ഷീണിതരാണ്, പെയിൻഫുള്ളായിട്ടിരുന്ന് എഴുതുന്നതായിരിക്കാം, ഒളിച്ചിരുന്ന് ബുദ്ധിമുട്ടി എഴുതുകയാണ് എന്ന് കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് എഴുതുകയാണെങ്കിൽ ഇത്രയും സ്റ്റേബിളായിട്ടിരുന്ന് എഴുതാൻ പാടാണ്. നമ്മൾ വീട്ടിലിരുന്ന് എഴുതിയാൽ തന്നെ ഇടയ്ക്കൊക്കെ തെറ്റുകയും ചെയ്തു. ഒരാൾ വായിച്ചു കൊടുത്ത് എഴുതുകയാണെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫ്ലോയിൽ എഴുതാൻ പറ്റും. അതുമാത്രമല്ല, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യുകയും വേണം. ഒരു ടേബിളിലിരുന്ന് നല്ലൊരു സർഫസിനകത്ത് പേപ്പർ വെച്ച് എഴുതുകയാണെങ്കിൽ നമ്മൾ എഴുതുന്ന രീതിയിൽ ജയിലിൽ തറയിലൊക്കെ വെച്ച് പറ്റത്തില്ല. മാത്രമല്ല, അന്ന് അത് തീർച്ചയായും ഇതിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ജയിലിൽ നല്ല രീതിയിൽ എഴുതിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ബുദ്ധിമുട്ടി എഴുതുകയാണെന്ന് ഈ കത്ത് ലെറ്ററിൽ തന്നെ പറയുന്നുമുണ്ട്. ഈ ലെറ്ററിൽ ഫോൾഡിംഗ് മാർക്കുകൾ കുറവാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ പേപ്പറിൽ കാണിച്ച ഫോൾഡിംഗ് മാർക്കും രണ്ടാമത്തെ പേപ്പറിൽ കാണിച്ച ഫോൾഡിംഗ് മാർക്കും 2 സ്ഥലത്താണ്. ആ ഒരു പേപ്പർ ആകണം എന്ന് നിർബന്ധമില്ല. ജയിലിൽ നിന്നും ഒളിച്ചു കടത്തിയ ലെറ്റർ ഫോൾഡിംഗ് മാർക്ക് കൂടുതലാകാനാണ് സാധ്യത. എഴുതിയ ശേഷം മടക്കി എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാനല്ലേ ചാൻസ്. ഇത് വേണമെങ്കിൽ ഫോട്ടോസ്റ്റാറ്റാണ് എന്ന് പറയും. പക്ഷെ ഫോൾഡ് ചെയ്ത പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ ആ ഫോട്ടോസ്റ്റാറ്റിൽ ഫോൾഡ് ചെയ്ത മാർക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. എവിടെയെങ്കിലും ഒളിച്ചു വെച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ 4-5 മടക്കൊക്കെ മടങ്ങിയിരിക്കും. ഒരു എൻവലപ്പിനുള്ളിൽ വെക്കാനാണെങ്കിൽ 2-3 തവണ മടങ്ങും. ഫോൾഡിംഗ് മാർക്ക് ഈ കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ജയിലിൽ നിന്ന് കൊടുത്ത പേപ്പർ അല്ല എന്ന് പറയുന്നു. അപ്പോൾ അത് അടിച്ചു മാറ്റിയതായിരിക്കില്ലേ? അടിച്ചു മാറ്റണം എന്നുണ്ടെങ്കിൽ അത് മടക്കി പോക്കറ്റിൽ വെച്ചേ കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ ഓഫീസിൽ കയറുന്ന ഒരു പേപ്പർ എടുത്ത് കയ്യിൽ വീശിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ഫോൾഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത് എഴുതിയതിന് ശേഷം മടക്കി തന്നെയാണ് കൊണ്ടുപോകാൻ പറ്റൂ. ഫോൾഡിംഗ് മാർക്ക് പരിഗണിച്ച് തന്നെ ഈ കത്തിനെ വിലയിരുത്തണം എന്നായിരുന്നു. അത് പോലീസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ ലെറ്ററിൽ അഴുക്ക് വന്നിട്ടില്ല എന്നതാണ് അടുത്ത കാര്യം. നമ്മുടെ കൈ വിയർത്താലൊക്കെ പേപ്പറിൽ വരാറുണ്ട്. ഫോട്ടോസ്റ്റാറ്റിലും ആ അഴുക്കിൻ്റെ പാട് വരും. ജയിലിൽ തറയിൽ നിന്നാണ് എഴുതുന്നത്. അപ്പോൾ മിക്കവാറും ഒരു കൈ തറയിൽ കുത്തിയിട്ടുണ്ടായിരിക്കും എഴുതുന്നത്. ഇടയ്ക്കൊന്ന് ക്ഷീണിച്ച് എഴുന്നേൽക്കുകയാണെങ്കിൽ മറ്റേ കൈ കൊണ്ട് പേപ്പർ എടുക്കാനും അതിലേക്ക് അഴുക്ക് വരാനും സാധ്യതയുണ്ട്. ഇത്രയും ക്ലീനായിട്ട് പേപ്പർ കിട്ടണം എന്നില്ല. ഇതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ലെറ്റർ എഴുതാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇനി ഇതിലെ സൈക്കോളജിക്കൽ അനാലിസിസിലേക്ക് പോകാം. 47 സെക്കൻഡുകൾക്കാണ് സൈക്കോളജിക്കൽ അനാലിസിസുകൾ ചെയ്തിരിക്കുന്നത്. ദിലീപേട്ട, ഞാൻ സുനിയാണ് എന്ന് പറഞ്ഞാണ് കത്ത് ആരംഭിക്കുന്നത്. റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതാണ് വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കത്തിലെ 7ാമത്തെ സെൻറ്റൻസിലാണ് കത്ത് എഴുതാനുള്ള കാരണം വരുന്നത്. സാധാരണഗതിയിൽ ഇത് 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും സെൻറ്റൻസിലാണ് വരുന്നതെന്നാണ്. പക്ഷേ അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ്. പലരും നിർബന്ധിക്കുന്നുണ്ട്
എന്തിനാണ് നീ ബലിയേടാകുന്നത് എന്ന സെൻറ്റൻസിൽ പുറത്തു നിന്നുള്ളവരുടെ സ്വാധീനം വെളിവാകുന്നുണ്ട്. വിക്ടിമിന് ദിലീപിനോട് മുൻവൈരാഗ്യമുണ്ട് എന്ന് എങ്ങനെയോ മനസ്സിലാക്കി എഴുതിയതുപോലെയാണ് 11ാമത്തെ സെൻറ്റൻസിൽ പ്രതിഫലിക്കുന്നത്. വിക്ടിമിന് ആളുകളും ചേട്ടൻ്റെ ശത്രുക്കളും എന്നെ വന്ന് കാണുന്നുണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ വിക്ടിമിൻ്റെ ആൾ എന്തിനായിരിക്കാം പുള്ളിയെ പോയി കാണുന്നത്? അത് ചിലപ്പോൾ കള്ളമായിരിക്കാം, സത്യമായിരിക്കാം. ഇത് ചിലപ്പോൾ ദിലീപിന് പ്രഷർ ചെയ്യിക്കാൻ പറഞ്ഞതായിരിക്കാം. 18ാമത്തെ സെൻറ്റൻസിലാണ് കാശിൻ്റെ കാര്യം പറയുന്നത്. ലെറ്റർ എഴുതാനുള്ള കാരണം അത് തന്നെ അതാണ്. സാധാരണ തുടക്കത്തിൽ പറയേണ്ട കാര്യമാണ് 17ാമത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനുമാണ് ഈ സമയത്തുണ്ടാകുന്ന ഫീലിങ്സ്. 20ാമത്തെ സെൻറ്റൻസ് തൊട്ട് പവർ ഷിഫ്റ്റിംഗ് നടക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുന്നിടത്ത് ദിലീപിന് മേൽ തനിക്കുള്ള ഡിസിഷൻ മേക്കിംഗ് പവർ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. പൾസർ സുനി കുറ്റം ചെയ്തു എന്നും അത് ചെയ്യിച്ചത് ദിലീപാണ് എന്നുമുള്ള ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈ കത്തിൽ എവിടെയുമില്ല. 27, 28, 29 സെൻറ്റൻസുകളിൽ ദിലീപിനെ കൊണ്ട് അസാധ്യമായ ടാസ്കുകളാണ് സുനി കൊടുക്കുന്നത്. ഞാൻ നേരിട്ട് നാദൃശ്യെ വിളിക്കും, അപ്പോൾ എനിക്ക് തീരുമാനം അറിയണം. നാദൃശ്യെ വിളിക്കുന്നത് ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് ആളിനെ വിടുക, അല്ലെങ്കിൽ ജയിലിലെ എൻ്റെ നമ്പറിലുള്ള ഒരു 300 രൂപ മണി ഓർഡർ അയയ്ക്കുക എന്നിങ്ങനെയാണ് ആ 3 സെക്കൻഡ്സുകൾ. കാശ് കിട്ടുക, പ്രശ്നം പരിഹരിക്കപ്പെടുക എന്നുള്ളതല്ല അവിടുത്തെ പൾസർ സുനിയുടെ ആഗ്രഹം. പൾസർ സുനിയുടെ ആവശ്യം ദിലീപിൽ നിന്ന് കാശ് വാങ്ങുന്നതല്ല എന്ന് ക്ലിയർ ആകുന്നത് ഇവിടെയാണ്. ഇത് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കാണിക്കാനുള്ള കത്ത് മാത്രമാണ് എന്നിങ്ങനെയാണ് സൈക്കോളജിസ്റ്റിൻ്റെ കണ്ടെത്തൽ പുറത്തു വരുന്നത്. എന്തായാലും ഈ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറിയിരിക്കുകയാണ്. പൾസർ സുനി അയച്ച കത്താണ് ഈ കേസിനെ സംബന്ധിച്ച് ദിലീപുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിർണായകമായി മാറിയത്.